Okay. So by Faraday's law, whenever a magnetic flux linked with a coil changes, an EMF is induced in that coil. Okay. സോ ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. സോ അതിനനുസരിച്ചിട്ട് ഇൻഡ്യൂസ് ഇ എം എഫിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ. സോ ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് അവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. സോ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് മെയിനായിട്ട് രണ്ട് രീതിയിൽ ചേഞ്ച് ചെയ്യാം. അതായത് ഒന്നുകിൽ സ്റ്റേഷനറി കോയിലാവാം, ദെൻ മാഗ്നറ്റിക് ഫീൽഡ് വേരിയിങ് അല്ലെങ്കിൽ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ആവാം, അതല്ലെങ്കിൽ എന്താവാം, ഒരു കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ കോയിൽ മൂവ് ചെയ്യുന്നതാവാം. ഓക്കെ. സോ രണ്ട് രീതിയിൽ ഒരു കോയിൽ ബൈ ഫാരഡേസ് ലോ രണ്ട് രീതിയിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാം. ഓക്കെ. സോ അതിനനുസരിച്ചിട്ടാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് സ്റ്റാറ്റിക്കലി induced EMF. Okay, so we have already discussed about dynamically induced EMF. So dynamically induced EMF means what? EMF induced in a moving coil. Okay, so in dynamically induced EMF, magnetic field is fixed or stationary. Okay, so ഒരു constant magnetic field ആണ്. So അതിൽ ഫീൽഡ് മൂവ് ചെയ്യുന്നില്ല. സോ കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയിൽ മൂവ് ചെയ്യാണ്. സോ കോയിൽ മൂവ് ചെയ്യുമ്പോൾ ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. അങ്ങനെ ആ കോയിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. ദാറ്റ് ടൈപ്പ് ഓഫ് ഇ എം എഫ് ഈസ് നോൺ ആസ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ. സോ നമ്മൾ ഓൾറെഡി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ദെൻ ഇക്വേഷൻ എന്തായിരുന്നു? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇഫ് ബി ഈസ് ദി ഫ്ലക്സ് ഡെൻസിറ്റി and L is the length of the conductor and V velocity of the coil, velocity of the movement of the coil, and theta is the angle made by the coil with the flux, then induced EMF E equal to BLV sin theta. Okay, so that is the expression for dynamically induced EMF. So in dynamically induced EMF, magnetic field is stationary or fixed magnetic field and the coil is moving. Okay, so അതുകൊണ്ടാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ മൂവിങ് കോയിൽ. That is dynamically induced EMF. Next induced EMF is statically induced EMF. Okay, statically induced EMF. So statically induced EMF എന്തായിരിക്കും? ഇതിന്റെ നേരെ റിവേഴ്സ് ആയിരിക്കും. Okay, so dynamically induced means coil is moving and field is fixed. But in statically induced EMF, statically means coil is stationary. Coil is not moving. Okay, coil is stationary, but the magnetic field is varying or changing. Okay, so statically induced EMF means EMF induced in a stationary coil. അതായത് കോയിൽ മൂവ് ചെയ്യുന്നില്ല. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡിൽ നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഫീൽഡിൽ ഒരു കോയിൽ മൂവ് ചെയ്യാണ്. ഈ കോയിൽ ഇങ്ങനെ ഈ ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ. അറ്റ് ദി സെയിം ടൈം സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് മീൻസ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ സ്റ്റേഷനറി കോയിൽ. ദാറ്റ് ഈസ് കോയിൽ ഈസ് നോട്ട് മൂവിങ്. കോയിൽ ഫിക്സഡ് ആയിട്ട് ഒരു പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ബട്ട് ദ ഫീൽഡ് ലിങ്കിങ് വിത്ത് ദാറ്റ് സ്റ്റേഷനറി കോയിൽ ഈസ് എയ്തർ മൂവിങ് ഓർ വേരിയിങ് ഫീൽഡ്. ഓക്കെ, മൂവിങ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡി സി ഫീൽഡ് ആണെങ്കിൽ അതൊരു കോൺസ്റ്റന്റ് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റ് ഫീൽഡ് ആണെങ്കിൽ ഒരു കോയിൽ അവിടെ വെച്ചിട്ടുണ്ടാവും. ദെൻ ഈ ഫീൽഡ് മൂവ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ റെസിസ്റ്റൻസ് വേരി ചെയ്തിട്ട് കറണ്ട് വേരി ചെയ്യാം. സോ കറണ്ട് വേരി ചെയ്യുമ്പം ഇലക്ട്രോ മാഗ്നറ്റിന്റെ ആ മാഗ്നറ്റിസം വേരി ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യും. ഓക്കെ, സോ അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യാം. അതല്ല ഇഫ് വി ആർ അപ്ലൈയിങ് എ സി വോൾട്ടേജ്, അതായത് ഒരു മെറ്റീരിയലിനെ ഇലക്ട്രോ മാഗ്നറ്റ് ആക്കണമെങ്കിൽ എന്ത് വേണം? വി ഹാവ് ടു പാസ് സം കറണ്ട് ത്രൂ ദാറ്റ് കോയിൽ. ഓക്കെ, സോ ഒരു കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പം ഇഫ് ഇറ്റ് ഈസ് എ സി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എങ്ങനെയായിരിക്കും?
ഇതാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, സോ ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഓൾസോ ഓൾട്ടർനേറ്റിംഗ്, ദാറ്റ് ഈസ് വേരിയിങ് ഫ്ലക്സ്. അതായത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓരോ ടൈമിലും മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യാണ്. ഓക്കെ, സോ ഇങ്ങനെ വേരി ചെയ്യുന്ന ഒരു ഫീൽഡിലാണ് ഒരു കോയിൽ വെക്കുന്നതെങ്കിൽ ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ഓരോ ടൈമിലും വേരി ചെയ്യാണ്. ഓക്കെ, ഡി സി ആണെങ്കിൽ മാത്രമാണ് ഫിക്സഡ് ഫീൽഡ് വരുന്നത്. അതേസമയം എ സി ആണ്, എ സി കറണ്ട് പാസ് ചെയ്തിട്ടാണ് ഒരു മാഗ്നറ്റിങ്ങിനെ ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, അപ്പൊ ഫീൽഡും ഓൾട്ടർനേറ്റിംഗ് ഫീൽഡ് ആയിരിക്കും, അതായത് മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്നുണ്ടാവും. സോ ഈ വേരിയിങ് മാഗ്നിറ്റ്യൂഡുള്ള ഫീൽഡിൽ ഒരു കോയിൽ വെക്കുകയാണ്. അപ്പോൾ ആ കോയിലിൽ ഒരു ടൈമിൽ ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലെ ഫ്ലക്സ് ആയിരിക്കും, അടുത്ത പോയിന്റിൽ ഇതായിരിക്കും. അതായത് ഓരോ ടൈമിലും ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് വേരി ചെയ്യണം. ഓക്കെ, സോ whenever the flux linked with the coil changes, an EMF is induced in that coil. Okay, so that type of EMF is known as statically induced EMF. Okay, so that is the difference between dynamically induced and statically induced EMF. So dynamically induced means EMF induced in moving coil. So ഇവിടെ coil moving ആണ്, but in statically induced EMF coil is not moving. Okay, EMF induced in stationary coil. That is statically induced EMF means conductor is stationary, conductor or coil is stationary and the field is moving or changing. Okay, so അതാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ദാറ്റ് ഈസ് കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി. സ്റ്റേഷനറി മീൻസ് ഇറ്റ്സ് നോട്ട് മൂവിങ്, അതായത് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. സോ അതിനാണ് കണ്ടക്ടർ സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂവ് ചെയ്യാതെ ഒരു ഫിക്സഡ് പൊസിഷനിൽ വെച്ചിരിക്കുകയാണ് കണ്ടക്ടർ അല്ലെങ്കിൽ കോയിൽ. കോയിലിനെ തന്നെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി ഓർ ഫിക്സഡ് അറ്റ് സം പോയിന്റ് ആൻഡ് ദ ഫീൽഡ് ഈസ് മൂവിങ്. അതായത് ഡി സി ഫീൽഡ് ആണെങ്കിൽ അതിന് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡാണ് വരിക. അപ്പോൾ ഡി സി ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഫീൽഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ചേഞ്ചിങ്. ചേഞ്ചിങ് മീൻസ് ഇപ്പം ഓൾട്ടർനേറ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ടൈമിലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, സോ അങ്ങനെ മൂവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തതോ ആയ ഒരു ഫീൽഡിൽ കണ്ടക്ടർ സ്റ്റേഷനറി ആയിട്ട് മൂവ് ചെയ്യാത്ത ഒരു കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ ആ കണ്ടക്ടറിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. സോ ആ രീതിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, സോ ഡിഫറൻസ് മനസ്സിലായ രണ്ടും, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് സ്റ്റാറ്റിക്കലി. സോ ആ നെയിം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് നെയിം ഓർത്താൽ മതി. സ്റ്റാറ്റിക്കലി മീൻ സ്റ്റാറ്റിക്കലി, അത് സ്റ്റേഷനറി ആയിട്ട് കോയിലാണ്, ഇവിടെ കോയിലിന്റെ പൊസിഷൻ ആണ് ആ നെയിമിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി. ഓക്കെ, സോ സ്റ്റാറ്റിക്കലി മീൻസ് കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി, ഡൈനാമിക്കലി മീൻസ് കണ്ടക്ടർ ഈസ് മൂവിങ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. സോ ഡൈനാമിക്കലി മീൻസ് കണ്ടക്ടർ ഈസ് മൂവിങ്. Here statically induced EMF means conductor is stationary. Okay, conductor is not moving and the field is moving or changing. Okay, so അങ്ങനെ സ്റ്റേഷനറി ആയിട്ടുള്ള കണ്ടക്ടറിൽ the EMF induced in a stationary coil is known as statically induced EMF. Okay, and this statically induced EMF is further divided into self-induced EMF and mutually induced EMF. Okay, സോ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് അഗെയിൻ രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, ദീസ് ആർ ദി ടു ക്ലാസിഫിക്കേഷൻ ഓഫ്, ഇതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആട്ടോ, അല്ലാതെ കോമൺ ആയിട്ടുള്ള സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ്. ആൻഡ് അഗെയിൻ the statically induced EMF is classified into self-induced EMF and mutually induced EMF. Okay, so ഇനി ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എന്താണ്, വാട്ട് ഈസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് വാട്ട് ഈസ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, സോ ഫസ്റ്റ് സെൽഫ് ഇൻഡ്യൂസ്ഡ്, ഇതെല്ലാം പോയിന്റ് എഴുതിയെടുക്കണേ. വാട്ട് ഈസ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ആൻഡ് divisions of statically induced EMF, self-induced EMF and mutually induced EMF. Statically induced EMF. So self-induced EMF. So self-induced EMF means EMF induced in a coil due to change of current in the same coil. Okay, സോ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണെങ്കിലും മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണെങ്കിലും രണ്ടും എന്താണ്,
സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. ഓക്കെ, സോ ഇൻ ദീസ് ടു കേസസ് കോയിൽ ഈസ് നോട്ട് മൂവിങ്. കോയിൽ സ്റ്റേഷനറി കോയിലാണ്, ഫിക്സ് ചെയ്തിട്ട് ഒരു പൊസിഷനിൽ വെച്ചേക്കാണ്. ദെൻ ഇത് രണ്ട് കേസിലും ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF മീൻസ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി സെയിം കോയിൽ. ഓക്കെ, അതായത് ഒരു കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് കാരണം ആ കോയിലിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി സെയിം കോയിൽ. ഓക്കെ, സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ദാറ്റ് ഈസ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി സെയിം കോയിൽ. അതായത് ഒരു കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം ആ കോയിലിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. സോ ദാറ്റ് ടൈപ്പ് ഓഫ് EMF ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, ഇപ്പോൾ കോയിൽ അവിടെ മൂവ് ചെയ്യുന്നൊന്നുമില്ല, കോയിൽ ഫിക്സ് ചെയ്ത ഒരു പൊസിഷനിൽ വെച്ചിരിക്കുകയാണ്. ദെൻ ആ കോയിലിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്താവും, ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, if this current is varying, the flux will also vary. ഓക്കെ, സോ ഫ്ലക്സ് വേരി ചെയ്യുമ്പോഴെന്താവും, ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഫ്ലക്സ് വേരി ചെയ്തു. സോ ബൈ ഫാരഡേസ് ലോ an EMF will be induced in that coil. Okay, so that type of EMF is known as self-induced EMF. അതായത് ഇത് നോക്കാം, ഈ ബ്ലൂ കളറിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു മെറ്റീരിയൽ ആണ്. സോ ആ മെറ്റീരിയലിനെ വൗണ്ട് ചെയ്തിട്ട് ഒരു കോയിൽ വൗണ്ട് ചെയ്തിട്ടുണ്ട്, n നമ്പർ ഓഫ് ടേൺസ് വൗണ്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിലേക്ക് ഒരു AC സപ്ലൈ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ AC ജനറേറ്ററിന് കൊടുത്താണ്, അതായത് AC സപ്ലൈ. ഈ കോയിലിൽ AC വോൾട്ടേജ് ഈസ് കണക്റ്റഡ്, പ്ലസ് മൈനസ് ആവശ്യമില്ല. അപ്പോൾ ഒരു AC ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ കോയിലിലൂടെ ഒരു AC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, ഈ കോയിലിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, so when current flows through a coil, a magnetic field is produced there. Okay, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതായത് ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയാണ് എന്താക്കുന്നത്, ഒരു ഇലക്ട്രോ മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തതാണ് മാഗ്നറ്റിക് സർക്യൂട്ട് പറയുമ്പോൾ. ഓക്കെ, സോ അതുപോലെ ഇവിടെ എന്താണ്, ഈ കോയിലിൽ ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് കോയിൽസ് ഉണ്ട്. സോ ഈ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ കറണ്ട് പാസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്, AC ആണ്. അപ്പോൾ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ഇവിടെ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇവിടെ റെഡിൽ കാണിച്ചിരിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ കറണ്ട് കാരണം ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദി അപ്ലൈയിങ് ഫീൽഡ് ഈസ് AC. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് AC ആണ് അപ്ലൈ ചെയ്യുന്നത്, അതായത് വേരിയിങ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദിസ് വിൽ ബി AC. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സും എങ്ങനെയായിരിക്കും, ഫ്ലക്സ് വിൽ ബി ഓൾട്ടർനേറ്റിംഗ് നേച്ചർ. അല്ലേ, ഫ്ലക്സിന് എപ്പോഴും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കില്ല. സോ ഇതാണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണ്, ഇതാണ് കറണ്ട്. സോ ആ കറണ്ട് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സും അതേ നേച്ചറുള്ള ഫ്ലക്സ് ആയിരിക്കും. അതായത് ഇതായിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ്. ഓക്കെ, സോ ഫ്ലക്സിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ്, വേരിയിങ് മാഗ്നിറ്റ്യൂഡ് ആണ്. ഓരോ ടൈമിലും ഫ്ലക്സ് വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കോയിലിൽ ഒരു AC വോൾട്ടേജ് കണക്ട് ചെയ്തു. ദെൻ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. ദെൻ ഡ്യൂ ടു ദിസ് കറണ്ട് ആൻ ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തു. സോ ഓൾട്ടർനേറ്റിംഗ് മീൻസ് ഇവിടെ നമ്മൾ ഫ്ലക്സ് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓരോ ടൈമിലും എന്താണ് ചേഞ്ച് ചെയ്യും. അതായത് ഈ ടൈമിലുള്ള മാഗ്നിറ്റ്യൂഡ് ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക, ഈ ഫ്ലക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഈ ഫ്ലക്സ്. ഈ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ആ കറണ്ട് കാരണമാണ് ഇവിടെ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് ദിസ് ഫ്ലക്സ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദിസ് കോയിൽ. ഓക്കെ, ഈ കോയിലുമായിട്ട് ഈ ഫ്ലക്സ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഫ്ലക്സ് ഈസ് വേരിയിങ് ഫ്ലക്സ്, ഓൾട്ടർനേറ്റിംഗ് ആണ്. അതായത് ഈ ഫ്ലക്സിന്റെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യാണ്. സോ വെൻ
എ മാഗ്നറ്റിക് ഫീൽഡ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ചേഞ്ചിങ് എന്താണ് ബൈ ഫാരഡേസ് ലോ ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് കോയിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വേരിയിങ് ആയതുകൊണ്ടാണ് ഇവിടുത്തെ ഫ്ലക്സ് വേരി ചെയ്ത്. സോ ഫ്ലക്സ് വേരി ചെയ്തുകൊണ്ട് എന്തായി, ഇവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. ഈ കോയിലിൽ തന്നെ കറണ്ട് വേരി ചെയ്യുന്നുണ്ട്, ഈ കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. സോ അതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. അതാണ് നമ്മുടെ ഇവിടെ പറയുന്നത് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി സെയിം കോയിൽ. ഓക്കെ, EMF induced in a coil due to change of current in the same coil. ഇതിലൂടെ ഈ കോയിലിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തു. ദെൻ ആ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണമാണ് ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്തത്. ഡ്യൂ ടു ദിസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി സെയിം കോയിൽ. ഓക്കെ, ഈ കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം ഈ കോയിലിൽ തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ ആ രീതിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെയാണ് എന്താ പറയുക, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. Okay, EMF induced in a coil due to change of current in the same coil. So ഇവിടെ ഒരു AC voltage apply ചെയ്തു, then an alternating current flows through this coil. Due to this alternating current, an alternating flux is produced. This alternating flux is linked with this coil. Since this flux is varying, an EMF is induced in the same coil. Okay, so that type of EMF is known as self-induced EMF. Clear ആണോ self-induced EMF? Okay. So ഇനി ആ എഫക്റ്റിനെയാണ് പറയുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ എഫക്റ്റ് ഇൻ വിച്ച് എ ചേഞ്ചിങ് കറണ്ട് ഇൻ എ സർക്യൂട്ട് ഇൻഡ്യൂസസ് എൻ ഇ എം എഫ് ഇൻ ദി സെയിം സർക്യൂട്ട് ഇസ് റെഫേർഡ് ടു ആസ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, അതായത് ഈ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ആ കറണ്ടിലുള്ള ചേഞ്ച് കാരണം ആ കോയിലിൽ തന്നെ ഈ കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നു, ആ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം ആ കോയിലിൽ തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു, ആ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയും. ദെൻ ദാറ്റ് എഫക്റ്റ് ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, ദ എഫക്റ്റ് ഇൻ വിച്ച് എ ചേഞ്ചിങ് കറണ്ട് ഇൻ എ സർക്യൂട്ട്, അതായത് ഈ സർക്യൂട്ടിലാണ് കറണ്ട് ചേഞ്ച് ചെയ്യുന്നത്, ഇൻഡ്യൂസസ് എൻ ഇ എം എഫ് ഇൻ ദി സെയിം സർക്യൂട്ട്, ആ സർക്യൂട്ടിൽ തന്നെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് എഫക്റ്റ് ഈസ് നോൺ ആസ് സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ, ആൻഡ് സെൽഫ് ഇൻഡക്ഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഇക്വേഷൻസ് നോക്കണം. എന്താണ്, ബൈ ഫാരഡേസ് ലോ magnitude of induced EMF is proportional to എന്താണ് rate of change of flux linkages ആണ്. Okay, and by Lenz law എന്താണ്, the induced EMF will always oppose the cause. Okay, so by Faraday's law equation എങ്ങനെ എഴുതാം, E equal to minus n into d phi by dt. Okay, so same effect തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, that is by Faraday's law an EMF will be induced in the coil. This EMF is known as self-induced EMF. That is self-induced EMF ആയതുകൊണ്ടാണ് we are denoting by E suffix s. Okay, so ES equal to minus n into d phi by dt. Okay, so n number of turns ആണ്, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, സോ അത് കാരണം അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ എസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. അതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ. സെയിം ഇക്വേഷൻ തന്നെ, എൻ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ആണ്, ഇ എസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഡി ഫൈ ബൈ ഡി ടി. ഓക്കെ, ഇനി ഈ കോയിലിന് ഒരു ഇൻഡക്റ്റൻസ് ഉണ്ടാവും അല്ലേ? So when a current in the coil changes, an EMF is induced in it. It opposes the change of current in the coil. ലെൻസ് ലോ എന്താണ് പറയുന്നത്,
അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും ആൻഡ് ദിസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിൽ ഓപ്പോസസ് ദി കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ്. ഓക്കെ, സോ ഇവിടെ കോസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി കോയിൽ. ഓക്കെ, സോ ഈ കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ചേഞ്ചിങ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡ്യൂ ടു ദാറ്റ് ഫ്ലക്സ് ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ്. ഓക്കെ, ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്തിനെ ഓപ്പോസ് ചെയ്യും? അതിന്റെ കോസിനെ ഓപ്പോസ് ചെയ്യും മീൻസ് ചേഞ്ച് ഓഫ് കറണ്ടിനെ ഓപ്പോസ് ചെയ്യും. ഓക്കെ, സോ ഒരു കോയിലില് ചേഞ്ച് ഓഫ് കറണ്ടിനെ ഓപ്പോസ് ചെയ്യുന്ന ആ കോയിലിന്റെ പ്രോപ്പർട്ടി ആയിരുന്നു എന്ത്? ഇൻഡക്റ്റൻസ്. Okay, so inductance is the property of a coil by which it opposes the change of current in the coil. അത് ഇൻഡക്റ്റൻസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ ഇ എസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി എന്ന് എഴുതാം. ആൻഡ് സോ വെൻ കറണ്ട് ഇൻ ദി കോയിൽ ചേഞ്ചസ് എൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ് വിച്ച് ഓപ്പോസസ് ദി ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി കോയിൽ. This property of a coil that opposes any change in the amount of current flowing through is called its self-inductance. Okay, അപ്പോൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡക്റ്റൻസ് is the property of a coil that opposes any change of current flowing through this coil. അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് തന്നെ ആയതുകൊണ്ടാണ് ഇതിന് ഇവിടെ എന്ത് പറയുന്നത്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so the property of a coil that opposes any change in the amount of current flowing through it is called its self inductance. So ഇൻഡക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ എഴുതുന്നത്? വി എൽ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. ഓക്കെ, സോ ഇഫ് എൽ ഈസ് ദി സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി കോയിൽ, ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ ഇക്വേഷൻ എന്തായിട്ട് എഴുതാം? ഇവിടെ ഇൻഡക്റ്റൻസ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന അതേ ഇ എം എഫ് തന്നെ ആയിരിക്കും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് ഇൻഡക്റ്റൻസ് എന്തായിട്ട് എഴുതാം? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. സോ ബൈ ഫാരഡേസ് ലോ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി എന്ന് എഴുതാം. യൂസിങ് ദ പ്രോപ്പർട്ടി ഓഫ് ഇൻഡക്റ്റൻസ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ എസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. ഓർ ഈ എല്ലിന് നമ്മൾ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് എഴുതാം? ഇ എസ് ഈക്വൽ ടു മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൽ ഇൻറ്റു ഐ എന്ന് എഴുതാം. where L is the self inductance of the coil. Okay, അപ്പോൾ ബൈ ഫാരഡേസ് ലോ ഇവിടെ നമുക്ക് ഇ എസ് ഈക്വൽ ടു ഇവിടെ എന്നിന് ഇവിടെ അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ മൈനസ് ഡി ബൈ ഡി ടി ഓഫ് എൻ ഫൈവ് എന്ന് എഴുതാം. യൂസിങ് ദിസ് ഇക്വേഷൻ ഇ എസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എൽ ഐ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ രണ്ട് ഇക്വേഷനും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ വരുന്നത് എന്താണ്? റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ രണ്ടും വരുന്നത് ഇൻഡ്യൂസ്ഡ് ഡി എം എഫ് ആണ്. ഇവിടെ റൈറ്റ് സൈഡിൽ വരുന്നത് എന്താണ്? എൽ ഇൻറ്റു ഐ ആണ്. അല്ല, അതുപോലെ ഇവിടെ വരുന്നത് n into phi ആണ്. Okay, so we can combine these two equation and write n phi equal to എന്തായിട്ട് എഴുതാം? L into I എന്ന് എഴുതാം. Okay, n phi equal to L into I or L equal to n phi by I എന്ന് എഴുതാം. So this is the equation of inductance in terms of number of turns, flux and current flowing through the coil. Okay, L equal to n phi by I. ഇതൊന്നുമില്ല, രണ്ട് ഇക്വേഷനും നമ്മൾ കമ്പൈൻ ചെയ്താണ്. ബൈ ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ക്ലിയർ ആയല്ലോ. അതായത് ആ കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം അതിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിനാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. സോ ബൈ ഫാരഡേസ് ലോ ഇഫ് എൻ ഈസ് ദി നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ഫൈ ഈസ് ദി ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദി കോയിൽ, ഇ എസ് ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് will always oppose the cause. So ഇവിടെ cause എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഓഫ് കറണ്ട്. ഓക്കെ, ദെൻ ചേഞ്ച് ഓഫ് കറണ്ടിന് ഓപ്പോസ് ചെയ്യുന്ന കോയിലിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഇൻഡക്റ്റൻസ് ആണ്. ഓക്കെ, സോ ബൈ യൂസിങ് ഇൻഡക്റ്റൻസ് പ്രോപ്പർട്ടി വി ക്യാൻ റൈറ്റ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ എസ് ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് എഴുതാം. സോ രണ്ട് ഇക്വേഷൻസും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻസിന്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ടും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. സോ ഇക്വേഷൻസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ ഫൈ ഈക്വൽ ടു എൽ ഐ എന്ന് എഴുതാം ആൻഡ് ഇൻഡക്റ്റൻസ് എൽ ഈക്വൽ ടു എൻ ഫൈ ബൈ ഐ എന്ന് എടുക്കാം. ഓക്കെ, ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ഹെൻറി.
സോ ഇതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, അപ്പം സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെയാണ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആൻഡ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, so self-induced EMF means EMF induced in the same coil due to change of current in the same coil. Okay, self-induced means EMF induced in a coil due to change of current in the same coil. അത് ഒരു കോയിലിലൂടെയുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം ആ കോയിലിൽ തന്നെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. സോ അതാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഓക്കെ, ഇനി നമുക്ക് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്താണെന്ന് നോക്കാം. So mutually induced EMF means EMF induced in one coil due to change of current in another coil. Okay, സെൽഫ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പം ഒരു കോയില് കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം ആ കോയിലിൽ തന്നെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാണ്. സോ അതിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. സോ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം ഒരു കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം വേറെ ഒരു കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, സോ അതിനെയാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ദ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി നെയ്ബറിംഗ് കോയിൽ. അതായത് ഒരു കോയിലിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം ആ കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. സോ അതിനെയാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. സോ രണ്ടും ഡിഫറൻസ് മനസ്സിലായോ? സെൽഫ് ഇൻഡ്യൂസ്ഡ് മീൻസ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി സെയിം കോയിൽ. ഒരു കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം ആ കോയിലിൽ തന്നെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യാണ്. സോ അതിനെയാണ് സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. At the same time, mutually induced EMF means EMF induced in a coil due to change of current in the neighboring coil. അതായത് ഒരു കോയിലിന്റെ തൊട്ടടുത്തുള്ള ഒരു കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നു. സോ അതിനെയാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഈ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതായത് ഇവിടെ നമുക്ക് പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിൽ രണ്ട് കോയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ അടുത്തടുത്തായിട്ട് രണ്ട് കോയിൽസ് വെച്ചിട്ടുണ്ട്, പ്രൈമറി കോയിൽ സെക്കൻഡറി കോയിൽ, അല്ലെങ്കിൽ ഇതിന് കോയിൽ എ എന്നോ പ്രൈമറി കോയിലിനെ കോയിൽ എ ആൻഡ് സെക്കൻഡറി കോയിലിനെ കോയിൽ ബി എന്നായിട്ട് ഡിനോട്ട് ചെയ്യാം. സോ നിങ്ങളിത് വരച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വോൾട്ട് മീറ്ററിൽ നിന്ന് വരക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇത്രയും പാർട്ട് മാത്രം ഇവിടെ ഒരു ഇങ്ങനെ കോയിൽ മാത്രം വരച്ചാൽ മതി. ഇതുവരെ മാത്രം, ഈ വോൾട്ട് മീറ്ററിൽ നിന്ന് വരക്കേണ്ട കാര്യമില്ല. സോ ദ ചേഞ്ചിങ് കറണ്ട് ഇൻ ദി പ്രൈമറി കോയിൽ, അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ രണ്ട് കോയിൽസ് കൺസിഡർ ചെയ്തു, പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ. ഓക്കെ, ഇനി ഈ പ്രൈമറി കോയിലിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? വി ആർ അപ്ലൈയിങ് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. When we are applying an alternating voltage, an alternating current flows through this primary coil. Okay, ഈ പ്രൈമറി കോയിലിലൂടെ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. Due to this current, a flux will be produced here. അല്ലേ, ഇതിലൂടെ ഒരു കറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ഇവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഈ പ്രൈമറി കോയിലിൻ്റെ അടുത്തായിട്ടാണ് എന്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്? സെക്കൻഡറി കോയിൽ. പക്ഷെ സെക്കൻഡറി കോയിലിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല, ഇത് വെറുതെ വെച്ചേക്കാണ്. ഒരു കോയിൽ വൗണ്ട് ചെയ്തിട്ട്, സെക്കൻഡറി കോയിൽ വെറുതെ വൗണ്ട് ചെയ്തിട്ട് ഇതിന് പ്രൈമറി കോയിലിൻ്റെ അടുത്തായിട്ട് വെച്ചേക്കാണ്. സോ വെൻ കറണ്ട് ഫ്ലോസ് ത്രൂ ദിസ് പ്രൈമറി കോയിൽ, എ ഫ്ലക്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദിസ് ഫ്ലക്സ് വിൽ ലിങ്ക്ഡ് വിത്ത് ദി സെക്കൻഡറി കോയിൽ ഓൾസോ. അതായത് നമുക്ക് ഫ്ലക്സിനെ ഇത്ര പോർഷൻ വരെ ആയിട്ട് അങ്ങനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്താവും? ഫ്ലക്സ് ഇങ്ങനെ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രൈമറി കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്താവും? സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്യും. ഓക്കെ, ആൻഡ് ദിസ് ഫ്ലക്സ് ഈസ് എന്താണ്? വേരിയിങ് ഫ്ലക്സ് അല്ലേ? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്താണ്? എ സി വോൾട്ടേജ് ആണ്, ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഡ്യൂ ടു ദിസ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് an alternating current is produced. Due to this alternating current, an alternating flux is produced. ഇവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് വേരിയിങ് മാഗ്നിറ്റ്യൂഡുള്ള ഫ്ലക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
primary coil. Okay, so a part of this flux is linked with the secondary coil also. അല്ലേ, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സിൻ്റെ ഒരു പാർട്ട് ഈ സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്. ആ ഫ്ലക്സ് എങ്ങനെയാണ്? വേരിയിങ് ഫ്ലക്സ് അല്ലേ അല്ലേ? അപ്പോൾ ഇവിടെയും സെക്കൻഡറിയിലും ഒരു കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഈ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് എന്തായി? ചേഞ്ച് ചെയ്തു. So whenever flux linked with this coil changes by Faraday's law, an EMF is induced in this coil. Okay, so the EMF induced in secondary coil due to change of current in the primary coil is known as mutually induced EMF. Okay, അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് എവിടെയാണ്? പ്രൈമറി കോയിലാണ് കറണ്ട് ചെയ്യുന്നത്. ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി പ്രൈമറി കോയിൽ EMF എവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്? ഹിയർ, സെക്കൻഡറി കോയിൽ. ഓക്കെ, so due to change of current in the primary coil, an EMF is induced in the secondary coil. Okay, so that type of EMF is known as mutually induced EMF. ഓക്കെ, സോ സെൽഫ് ഇൻഡ്യൂസ്ഡിൽ എങ്ങനെയായിരുന്നു? ഒരു കോയിലിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തു, ആ കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യാണ്. ബട്ട് ഹിയർ ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി പ്രൈമറി കോയിൽ ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി secondary coil. That type of EMF is known as mutually induced EMF and the effect is called mutual induction. Okay, so mutually induced EMF produce ചെയ്യുന്ന ആ ഒരു എഫക്റ്റിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. That is the EMF induced in one coil due to change of current in the neighboring coil. Okay, സോ അതിന് തൊട്ടടുത്ത് വെച്ചിരിക്കുന്ന കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന കാരണം അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യാണ്. സോ അതിനെയാണ് എന്ത് പറയുന്നത്? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. So the changing current in the primary coil create a changing magnetic flux through the secondary coil which leads to an induced EMF in the secondary coil. So ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ട് വേരിയിങ് കറണ്ട് ആണ്, then ഫ്ലക്സ് വേരി ചെയ്യും, then this varying flux also linked with the secondary coil. So due to this varying flux, an EMF is produced in the secondary coil and this EMF is known as mutually induced EMF, and the effect by which an EMF is induced in secondary coil due to change of current in the primary coil is known as mutual induction. Okay, ഇനി സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFനെ പോലെ തന്നെ എന്ത് എഴുതണം? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷനും എഴുതണം. സോ ഇത് കോയിൽ, പ്രൈമറി കോയിൽ കോയിൽ എയും സെക്കൻഡറി കോയിൽ ബി ആയിട്ട് കൺസിഡർ ചെയ്യാം. And the number of coils in the primary winding we can consider it as NA. Number of turns in the primary coil NA and number of coils in the secondary coil NB. Okay, so ഇവിടുത്തെ number of turns NA and here the number of turns NB. Okay, എവിടെയാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്? സെക്കൻഡറി കോയിലാണ്. ആൻഡ് ബൈ ഫാരഡേസ് ലോ ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു എന്താണ്? N into d∅dt. ഓക്കെ, സിൻസ് ഇറ്റ് ഈസ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF we can write it as EM. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ കേസിൽ ES എന്ന് ഡിനോട്ട് ചെയ്ത പോലെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFനെ can denote as EM. And EM equal to, by Lenz's law, the induced EMF will always oppose the cause. Okay, സോ ഒരു മൈനസ് സൈൻ വരും. ഇവിടെ എന്താ ഇക്വേഷൻ വരിക? E ഈക്വൽ ടു N ഇൻറ്റു d∅dt ആണ്. സോ EMF എവിടെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? സെക്കൻഡറി കോയിലാണ്. സോ ഇവിടെ NA ഉണ്ട്, NB ഉണ്ട്. NA നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി പ്രൈമറി കോയിൽ, NB നമ്പർ ഓഫ് ടേൺസ് ഇൻ ദി സെക്കൻഡറി കോയിൽ. ആൻഡ് EMF എവിടെയാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്? സെക്കൻഡറി കോയിലാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു ചേഞ്ച് ഓഫ് കറണ്ട് ഇൻ ദി പ്രൈമറി കോയിൽ. ഓക്കെ, സോ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എന്തായിട്ടാണ് വരിക? EM ഈക്വൽ ടു N ഇൻറ്റു d∅dt ആണ്. ആൻഡ് N ഏതാണ് വരിക? NA ഓർ NB? വിച്ച് വൺ ഏതാണ് വരിക? NB. ഓക്കെ, സോ സെക്കൻഡറിയിലാണ് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്.
സോ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഫ്ലക്സ് ലിങ്കേജ് മീൻസ് സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ ഇ എം ഈക്വൽ ടു മൈനസ് എൻ ബി ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. ഓക്കെ, സോ അതാണ് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ ഇക്വേഷൻ വരിക. ഇ എം ഈക്വൽ ടു മൈനസ് എൻ ബി ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. അതായത് സെക്കൻഡറിയിലാണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഇ എം ഈക്വൽ ടു മൈനസ് എൻ ബി ഇൻറ്റു ഡി ഫൈവ് എം എന്ന് പറയുന്നത് മ്യൂച്വലി, അതായത് രണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ഡിനോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഫൈവ് എം ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രൈമറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫ്ലക്സും സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. സോ അതുകൊണ്ട് ഫൈവ് എം എന്ന് ഡിനോട്ട് ചെയ്തതേ ഉള്ളൂ. അതായത് മ്യൂച്വൽ ഫ്ലക്സ് ഫൈവ് എം മീൻസ് പ്രൈമറിയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫ്ലക്സും സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്തില്ല, ഒരു പാർട്ട് മാത്രമേ ലിങ്ക് ചെയ്തിരിക്കുന്നു. ആ പാർട്ട് ഓഫ് ഫ്ലക്സിനെ വി ക്യാൻ സേ ആസ് മ്യൂച്വൽ ഫ്ലക്സ്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവിടെ ഇക്വേഷന് ഡി ഫൈവ് എം എന്ന് പറയുന്നത്. ഫൈവ് എം മ്യൂച്വൽ ഫ്ലക്സ്. മ്യൂച്വൽ ഫ്ലക്സ് മീൻസ് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ബോത്ത് പ്രൈമറി കോയിൽ ആൻഡ് സെക്കൻഡറി കോയിൽ. ഓക്കെ, അതായത് ഞാൻ ഫസ്റ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ലീക്കേജ് ഫ്ലക്സ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ പ്രൈമറിയിൽ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഫ്ലക്സിൽ ഒരു പാർട്ട് മാത്രമേ സെക്കൻഡറി ആയിട്ട്, ഇപ്പോൾ പ്രൈമറിയിൽ ഫൈവ് ആണ് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ടോട്ടൽ ഫ്ലക്സ് ഫൈനെ വി ക്യാൻ ഡിവൈഡ് ആസ് ഫൈവ് വൺ പ്ലസ് ഫൈവ് ടു എന്നാക്കാം. അതായത് ഫൈവ് വൺ എന്ന് പറയുന്നത് പ്രൈമറി ആയിട്ട് മാത്രം ലിങ്ക് ചെയ്തത്, ഫൈവ് ടു എന്ന് പറയുന്നത് പ്രൈമറിയും സെക്കൻഡറി ആയിട്ട് രണ്ടായിട്ടും ലിങ്ക് ചെയ്തിരിക്കുന്ന ഫ്ലക്സ്. ഓക്കെ, സോ ഫൈവ് എം ആണ് മ്യൂച്വൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ അതാണ് ഇവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇ എം ഈക്വൽ ടു മൈനസ് എൻ ബി ഡി ഫൈവ് എം ബൈ ഡി ടി എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഇനി ഒരു അവറും കൂടി ഉണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അറ്റൻഡൻസ് പറഞ്ഞു.